ലോകത്തൊരിടത്ത് ഒരു ജനതയുടെ ഇടയിലും സംഭവിക്കാതിരിക്കുന്ന അത്ഭുതങ്ങളാണ് ഈ എൽ റുഹ അത്ഭുതങ്ങളുടെ ജപമാല വിശുദ്ധ അന്തോണിസിനുള്ള നൊവേനിലൂടെ ഈ കാലഘട്ടത്തിൽ മുഴുവനും നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഈ അത്ഭുത ജപമാല കാണുമ്പോഴും ഇവിടുത്തെ എൽ റുഹ ശുശ്രൂഷകൾ മറ്റും കാണുമ്പോഴൊക്കെ യൂട്യൂബിലായിട്ടും പല രീതിയിലും നിങ്ങൾ ആ സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എൽ റുഹ അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷയുടെ വെളിപ്പെടുത്തല്, ഈ ശുശ്രൂഷയെ പറ്റി കർത്താവ് അച്ഛന് തന്ന കുറെ വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലുകൾ നിങ്ങളൊന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു വെളിപ്പെടുത്തലായിരുന്നു ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടുമെന്ന സന്ദേശം. അതായിരുന്നു ആദ്യ നാളുകൾ കിട്ടിയ കർത്താവ് തന്ന സന്ദേശമായിരുന്നത്. ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ, ഈ അത്ഭുതങ്ങളുടെ ജപമാല എന്ന ശുശ്രൂഷ മുടങ്ങാതെ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്തിരി അനുഗ്രഹമല്ല ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുള്ള സന്ദേശമായിരുന്നു ആദ്യ നാളുകൾ കർത്താവ് തന്നത്. വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പിന്നീടായിട്ട് പലപ്പോഴായിട്ട് കിട്ടിയ സന്ദേശങ്ങളാണ് അച്ഛൻ പറയുക. കർത്താവ് തന്ന മറ്റൊരു ദൈവസ്വര സന്ദേശമാണ് പ്രശ്നങ്ങളുള്ളവർ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതായത് അത്ഭുതങ്ങളുടെ ജപമാലയിൽ നമ്മൾ നിങ്ങളുടെ നിയോഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ മാറിപ്പോകുന്ന വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ സാക്ഷ്യങ്ങൾ ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇനി മറ്റൊരു ദൈവസ്വര സന്ദേശം കർത്താവ് തന്നത് ഇങ്ങനെയാണ്: കടബാധ്യത ഉള്ളവരോട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. കടബാധ്യതയുള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടത്? അത്ഭുതങ്ങളുടെ ജപമാല ഇങ്ങനെ നിയോഗം വെച്ച് നിങ്ങൾ കണ്ടുനോക്കിയാൽ കടബാധ്യത ഗ്രാജുവലി പതിയെ അത് മാറിപ്പോകുന്ന അത്ഭുതം കാണും. പിന്നീട് വീണ്ടും കർത്താവ് അല്പം ക്ലാരിറ്റിയോടെ ഈ സന്ദേശം ഒരിക്കൽ കൂടി തന്നത് ഞാൻ ഓർക്കുകയാണ്. കടബാധ്യതയുള്ളവർ അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണിസിനുള്ള നൊവേനയും കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശമായിരുന്നു ആ ദൈവസ്വര സന്ദേശം. വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കർത്താവ് തന്ന ശക്തമായ മറ്റൊരു ദൈവസ്വര സന്ദേശമാണ് 90 ദിവസം അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണിസിനോടുള്ള നൊവേനയും കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് മാറാൻ നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. ഇങ്ങനൊരു ദൈവസ്വര സന്ദേശം കിട്ടുകയാണ്. അച്ഛനത് ഇതുകൂടെ പറഞ്ഞത് ഈ ശുശ്രൂഷ കാണുന്ന പലരും കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും ചെയ്യാൻ തുടങ്ങി. അവരുടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഇനി മാറില്ല എന്ന് കരുതിയ വിവാഹമോചന കേസുകൾ പോലും മാറിപ്പോയ സാക്ഷ്യങ്ങൾ ഇവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മറ്റൊരു ശക്തമായ ഒരു ദൈവിക സന്ദേശം ഈ ശുശ്രൂഷയെ പറ്റി തന്നത് ഇങ്ങനെയാണ്: മാനസിക രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി മാനസിക രോഗികളോ അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരോ ദീർഘനാള് 90 ദിവസമല്ല, ദീർഘനാൾ തുടർച്ചയായിട്ട് ഓരോ ദിവസവും ഓരോ അത്ഭുത ജപമാല റെക്കോർഡ് എടുക്കുന്നുണ്ട് ഈ യൂട്യൂബിൽ. ഓരോ അത്ഭുത ജപമാല വ്യത്യസ്തമായിട്ട് എടുക്കുക. അതുമ്പോൾ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് എഴുതി വെച്ചെടുത്ത് നിങ്ങൾ ദീർഘനാൾ, ഇപ്പോൾ 90 ദിവസം എന്ന് സാധാരണ നമ്മൾ പറയുന്നത് അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ എടുക്കുക. 180 ദിവസം അല്ലെങ്കിൽ 200 ദിവസം അല്ലെങ്കിൽ 250 ദിവസം തുടർച്ചയായി നിങ്ങൾ അത്ഭുത ജപമാല കണ്ട് മാനസിക രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, മാനസിക പ്രശ്നങ്ങൾ, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ അത്ഭുത രോഗശാന്തി ഉണ്ടാവും എന്നുള്ള വെളിപ്പെടുത്തൽ ഈശോ തന്നിരിക്കുകയാണ്. ആ വെളിപ്പെടുത്തൽ അച്ഛൻ ഏതാനും നാളുകൾക്ക് മുമ്പാണ് പറഞ്ഞത്. അത് ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങി. ഓൾറെഡി അങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന പലരും അവർക്ക് കിട്ടിയ സൗഖ്യങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലും ഈ നാളുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാറാ രോഗങ്ങൾ, ഓട്ടിസം, ഇങ്ങനെ ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഇതിനൊക്കെ നിങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല ദീർഘനാൾ നിയോഗം വെച്ച് കണ്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഈ ദിവസങ്ങളിൽ വീണ്ടും അച്ഛൻ ഈ ഒരു ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശം, ഈ അത്ഭുത ജപമാലയുടെ ഒരു അഭിഷേകം ഒരു പാട്ടിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതൊരു ദൈവസ്വരമായിട്ട് ഈ പാട്ട് കർത്താവ് തരികയാണ്. ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ആ പാട്ടിൻ്റെ വരികൾ: എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ഈ ഗാനത്തിൻ്റെ വരികൾ, ഓരോ സ്റ്റാൻസുകളും ഓരോ വരികളും അതിൻ്റെ അഭിഷേകമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ലഭിക്കുക എന്ന് ഈശോ പറയുക. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും, ജോലി നീ അനുഗ്രഹിക്കപ്പെടും, വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടും, നിന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഭിന്നമായി പോകുന്ന അനുഭവം ഉണ്ടാവും, നിന്റെ ആരോഗ്യ മേഖല അനുഗ്രഹിക്കപ്പെടും, നിന്റെ ശരീരം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മനസ്സ്
ആത്മാവൊക്കെ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, ഈ മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. വായ്പ വാങ്ങാൻ ദൈവം ഇടവരുത്തില്ല, കൊടുക്കാൻ നിനക്ക് സമൃദ്ധി തരും. മാത്രമല്ല എല്ലാ ആത്മീയ ഭൗതിക മേഖലയിൽ നിനക്ക് ഉയർച്ച വരുമെന്ന ശക്തമായ ദൈവിക സന്ദേശമാണ് ഈ പാട്ടിൻ്റെ വരികളിലൂടെ, ഈ പാട്ടിൻ്റെ അഭിഷേകം തന്ന് കർത്താവ് ഈ ശുശ്രൂഷ കാണുന്നവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ കാണുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വലിയ വിശ്വാസ ചൈതന്യത്തോടെ അതിലൂടെ പരിശുദ്ധാത്മാവിന് വലിയ കൃപ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് മനസ്സിനെ നന്നായി കുമ്പസാരിച്ചൊരുങ്ങി ഉപവസിച്ചൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടും. അങ്ങനെ ഒരു ഒരുക്കത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം ഈ അത്ഭുത ജപമാലയുടെയും സന്തോഷത്തിലൂടെയും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടത്തും. ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിടും താൻ. എൻ്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും. ശബ്ദമുയർത്തുന്ന സ്തുതിച്ചവനെ ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിച്ചവൻ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചവൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ബോധമനസ്സ് അബോധ മനസ്സ് പ്രബോധ മനസ്സെല്ലാം സമർപ്പിച്ച് സ്തുതിക്കുക. നമ്മുടെ വീട്, വീടിരിക്കുന്ന സ്ഥലം, വീടിന്റെ അതിരുകളും വസ്തുക്കളും വളർത്തുകളും വാഹനങ്ങളെല്ലാം സമർപ്പിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശബ്ദമുയർത്തി സ്തുതിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലം ഒരു ആരാധന കേന്ദ്രമായി തീരട്ടെ, ഒരു നിത്യാരാധന കേന്ദ്രമായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശ്വരോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് നമ്മെ പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ കൂടെ സമർപ്പിച്ച് എല്ലാവർക്കും വേണ്ടി അപേക്ഷകൾ, യാത്രകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ ഈശ്വരോട് ചേർന്ന് നമ്മൾ അർപ്പിക്കാൻ പോവുകയാണ്. സകല വിശുദ്ധ സകല മാതാക്കന്മാരെ രക്തസാക്ഷികളും അകാലത്തിൽ മരിച്ചുപോയ കുഞ്ഞു പൈതങ്ങളെ സഭയിലെ വളർന്നവരെ വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധയെ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നത് അവർക്ക് എല്ലാവർക്കും വേണ്ടി ദൈവ സന്നിധിയിലെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. വിളിച്ചേൻ 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചേൻ. യേശുവേ യേശുവേ കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും വിട്ടുപോട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ചു കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധമാനവരേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, പരിശുദ്ധ കന്യാമറിയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ച് ജീവികാലത്തിന്റെ അഭിഷേകം പറയട്ടെ, ഉദാശയുടെ അഭിഷേകം, അവസാനത്തിന്റെ അഭിഷേകം, വിശുദ്ധ കുർബാനയുടെ അഭിഷേകം പറയട്ടെ. വിശുദ്ധനായ പത്രോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ പൗലോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി, വിശുദ്ധനായ മത്തായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ ലൂക്കോസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ തോമസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പാട്രിക്കേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ പാദ്രേ പിയോ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനായ യോസേപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാം അന്തോണീസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ ക്ലാരയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയായ റോസയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാമൽ തോംസമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധയാമൽ ത്രേസ്യമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മറിയം ത്രേസ്യായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ മദർ തെരേസായേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പരിശുദ്ധ മാലാഖമാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ രക്തസാക്ഷികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മാനവദൂതന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ശക്തിയോടെ സ്തുതിക്കുക. സകല തിന്മകൾ അന്ധമായ ശക്തികൾ സാധാരണ ശക്തികൾ നമ്മെ വിശ്വാസികൾ വ്യാപരിക്കുന്ന സ്ഥലങ്ങളൊക്കെ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോയുടെ നാമത്തിലും ജീവനായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യാവിന്റെ മുഖ്യന്റെയും സകല മാലാമ്മയുടെ വിശുദ്ധയും രക്തസാക്ഷിയുടെയും മന്ദരെയും മദ്രസയിൽ ആസ്വദിച്ചുകൊണ്ട് വിശുദ്ധ മാമോദിസായിലൂടെ വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിൽ ആസ്വദിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് അന്ധങ്ങളായ ശക്തികളെ കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ നാദികീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളും മന്ത്രവാദങ്ങളെ ഗൂഢോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാനം പാപങ്ങളെ ശാപങ്ങളെ കൈവിഷങ്ങളെ ശക്തികളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ വ്യക്തികൾക്കോ ഏതെങ്കിലും അസ്വസ്ഥ തടസ്സങ്ങളോ തകർച്ചുണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും സ്വാധീനങ്ങളെയും കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളിൽ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ ഉച്ചാരണം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളോ സ്ഥാപനങ്ങളോ സ്ഥലങ്ങളിലോ വ്യക്തികളിലോ പ്രവേശിച്ചു പോകുന്ന കർത്താവായ യേശുവിന്റെ ദിനത്തെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യാകുമാരിയുടെ സകല മാലാന്മാരുടെ വിശുദ്ധയും മാർഗദർശന സംരക്ഷണവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും സ്ഥലങ്ങൾക്കും വ്യക്തികൾക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കുക. ഞങ്ങൾ ഞങ്ങളുടെ ഭവനവും സ്ഥാപനവും സ്ഥലവും വ്യക്തികളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കൂടെ അങ്ങേക്കും ഞങ്ങളുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിളിച്ചേൻ 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. വിടുതലിനാത്മാവേ നിറയണമേ. ചേർന്ന് പാടിയേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ.
ഇരുകരങ്ങൾ ശ്രദ്ധിച്ച് ഹാലുലിയ അലുലിയ 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 ശബ്ദമുയർത്തി എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലുലിയ അലുലിയ. നമ്മുടെ മനസ്സിന്റെ ഭാരം വിഷമങ്ങളെല്ലാം സമർപ്പിച്ച് രഹസ്യ ദുഃഖങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മെപ്പോലെ ഇതേ വേദനയോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഷിയ റിയ റിയ ഏൽറുഹ ധ്യാന കേന്ദ്രത്തെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ശരി വരാൻ പോകുന്ന എല്ലാ ഏൽറുഹ കൺവെൻഷനുകളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. കഴിഞ്ഞുപോയ ഏൽറുഹ ധ്യാനങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഇവിടുത്തെ താമസമുള്ള ധ്യാനം ഈ അത്ഭുത ജപമാല വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് സ്തുതിക്കുന്നു. ആലുലിയ അലുലിയ. ഇവിടുത്തെ ഏൽറുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. കർത്താവേ ശാലാ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആലുലിയ അലുലിയ അലുലിയ. ഇവിടുത്തെ ഏകദിന ശുശ്രൂഷ താമസമുള്ള ധ്യാനത്തിലൊക്കെ അത്ഭുത പെരുമഴ സംഭവിക്കട്ടെ. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതം, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ട് കേൾവി മാത്രമല്ല ജനം പറയുന്ന അതിശയങ്ങളും അസാധാരണമായ അത്ഭുതങ്ങൾ ഏൽറുഹ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ച് ഈ അത്ഭുത ജപമാലയിൽ പങ്കെടുക്കുന്നവരിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലുലിയ അലുലിയ 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 ആലുലിയ അലുലിയ. വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാ അത്ഭുതങ്ങൾക്ക് വേണ്ടി കരമുയർത്തി സ്തുതിച്ച് ആലുലിയ. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി സ്തുതിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്ന യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഹാലുലിയ. ഗർഭസ്ഥ ശിശുക്കളെ സമർപ്പിക്കുന്നു. ഗർഭിണികളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. ഹാലുലിയ അലുലിയ 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 അലുലിയ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ചൊന്ന് വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കരമടച്ചുകൊണ്ട് ആത്മാവ് നിറയട്ടെ. ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയായി ജ്വലിപ്പിക്കണേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറ്റണമേ. ഇസ്രായേലിൻ പ്രകാശമേ അഗ്നിയായി ജ്വലിപ്പിക്കണേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറ്റണമേ. എന്നിൽ കത്തിപ്പടരണമേ. മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. എന്നിൽ കത്തിപ്പടരണമേ. മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. വൃത്തിൽ വന്നു വസിക്കണമേ. വൃത്തിൽ വന്നു കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് ഓ അഗ്നി അഭിഷേകമേ. ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ. നീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ. ഓ അഗ്നി അഭിഷേകമേ. കാറ്റായി വീശണമേ. നീ കാറ്റായി വീശണമേ. കരമത്തെ ശ്രദ്ധിച്ച് ഹാലുലിയ അലുലിയ 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 അലുലിയ. പരിശുദ്ധ ജപമാലയിൽ അഭിഷേകമായിട്ട് പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി വലത് കരത്തെ ജപമാല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞാൻ കർത്താവുമായ ഈശോ മിശിഹായെ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിന്ന് പിറന്ന് പന്തിയോ പിലാത്തോസിന്റെ കാലത്തെ പീഡാസഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് അതാതിറങ്ങി മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസത്തെ സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിൽ ജ്ഞാനമായിട്ട് എനിക്കെല്ലാം പാപങ്ങളുടെ മോചനത്തിലും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങളോട് ധരിച്ചവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം നിറയാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ രസങ്ങളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്ന മറ്റത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭയം, ദൈവഭക്തി ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ രസങ്ങളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്ന മറ്റത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയമേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, അറിവിന്റെ വരം, ജ്ഞാനവരം, വിശ്വാസവരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തനവരം, പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി അമ്മയെ മാതാവെ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ രസങ്ങളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്ന ഓരോരുത്തരുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒന്നാം ദിവ്യരഹസ്യം ദുഃഖരഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നു എന്നതിന് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യത്തെ നമുക്ക് രോഗികളായ മക്കളെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. രോഗശാന്തിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തന്നെ എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ആന്തരിക മുറിവുകൾ, അതിനെയാണ് വൈകാരിക രോഗപീഠകൾ എന്ന് പറയും. അമിതമായ ഭയവും ദുഃഖവും നിരാശയും അവകാശതാബോധവും കുറ്റബോധവും ലജ്ജയും തൊട്ടാവാടി സ്വഭാവം, ആരെന്നെ സ്നേഹിക്കുന്നില്ല ചിന്താഗതികൾ, ആത്മഹത്യ ചിന്തകളും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. മാനസിക രോഗികൾ, ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെ മറ്റ് രോഗികളായ എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ, ഓപ്പറേഷൻ സർജറി പറഞ്ഞിട്ടുള്ളവർ, സർജറി പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവർ, മരണാസന്നരായി കിടക്കുന്നവർ, ഇങ്ങനെ എല്ലാവരെയും നമുക്ക് ഈ രോഗം മാറില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഒപ്പം തന്നെ എല്ലാ ഡോക്ടർമാരെയും സമർപ്പിക്കാം, നഴ്സുമാരെ സമർപ്പിക്കാം, ആരോഗ്യ പ്രവർത്തകരെ സമർപ്പിക്കാം, ശുശ്രൂഷിക്കുന്നവരെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ കർത്താവ് നമുക്ക് സൗഖ്യം തരുന്ന ദൈവമാണ്. അത് ഇത്ര നാളത്തെ അത്ഭുതമായി നമുക്ക് ബോധ്യപ്പെട്ടതാണ്. എന്തുമാത്രം വാരിക്കോരിയാണ് കർത്താവ് ഈ രോഗശാന്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന ബോധ്യത്തോടെ, അത് കർത്താവാണ് എന്ന ബോധ്യത്തോടെ ഈ ബർത്തിമേസ് എന്ന അന്ധയാചകൻ വിളിച്ച് അപേക്ഷിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് വേണ്ടിയും നമ്മെ പോലെ ഇതേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു 50 ലക്ഷം പേരെ കൂടി സമർപ്പിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി ത്യാഗത്തോടെ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുക. 2 ഗണമായിട്ടല്ല, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തിരിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ നാളെയും ശിഷ്യാങ്ങേ സഹായം സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധയായി വിളങ്ങും കന്യകമേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഇരുകരങ്ങളെ സുദർശൻ ഹല്ലേലൂയ 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 ശബ്ദമയത്തെ സുദർശൻ പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ രോഗപീഠങ്ങളെ സമർപ്പിച്ച് ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവ്. ജനങ്ങളെല്ലാവരും സ്പർശിക്കാൻ അവസരം മാത്രം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെല്ലാം സുഖപ്പെടുത്തി. ദിവികാരന് ശക്തി പുറപ്പെട്ട് കർത്താവിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്തണമേ. ദൈവമേനെ സുഖപ്പെടുത്തണപ്പോ ഞാൻ സൗഖ്യമുള്ളവനാ. കർത്താവിനെ രക്ഷിക്കണപ്പോ ഞാൻ രക്ഷപ്പെടും. എന്തെന്നാൽ അങ്ങ് മാത്രമാണ് പ്രത്യാശ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ രണ്ടാം ദിവ്യരഹസ്യം ഈശോയെ ചവിട്ടിക്കൊണ്ട് അടിക്കുന്നു എന്നത് നമുക്ക് ധ്യാനിക്കാം. ഈ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും, സമൂഹത്തിൽ മരിച്ചുപോയവരാരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ ആത്മാക്കൾ, അബോർഷൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ഒപ്പം തന്നെ നമ്മുടെ തന്നെ മരണത്തെ ഓർക്കാം. നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാം, നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അത് അവൻ എന്ത് പ്രയോജനം? എന്തെന്നാൽ ഒരുവൻ തൻ്റെ ആത്മാവിന് പകരം ദൈവത്തിന് എന്ത് കൊടുക്കും? അതുകൊണ്ട് എൻ്റെ സ്നേഹമുള്ളവരെ, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. സ്വർഗത്തിലേക്ക് ഒടുങ്ങാത്ത നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാവരെയും ഓർത്ത് നമുക്ക് സമർപ്പിച്ച് ജീവിതാദ്യത്തെ ഓർത്ത് പരിപൂർണമായിട്ട് എല്ലാവരും ക്ഷമിച്ചുകൊണ്ട്, ജീവിതാദ്യത്തെ ഓർത്ത് ക്ഷമിക്കുക മാത്രമല്ല എപ്പോഴും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നീ മേലിൽ പാപം ചെയ്യില്ലെന്നാണ് വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് മരണചിന്ത, പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധി ജീവിക്കാൻ നമുക്ക് പ്രേരണ തരും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ വിശുദ്ധ ജത്രുവിനെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഉച്ചത്തിലേറ്റ് വന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇന്ന് ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അങ്ങേ തിരുകുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെ എല്ലാ മക്കൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച സമർപ്പിക്കുന്നു. ആമേൻ. കരമുടി ഒത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിരുമ്മി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണം. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും രക്ഷിച്ച് സഹായം കൂടുതലുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. സൃഷ്ടിതാവിൻ നമ്മ നീയേ, ലോകത്തിനു മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ, എന്നെന്നും പ്രാർത്ഥിക്കണേ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഭാഷകളുടെ ഭാഷകളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരസ്പരം പ്രാർത്ഥിക്കുക. പാമ്പശല്യം, എലിശല്യം, മൂട്ടശല്യം, കല്ലിശല്യം എല്ലാം മാറിപ്പോട്ടെ. ശുദ്ധജീവികളുടെ ശല്യങ്ങൾ വിട്ടുപോട്ടെ. കുടുംബ സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ മാറിപ്പോട്ടെ. കുടുംബത്തെ മരിച്ചുപോയ പൂർവ്വയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പാരമ്പര്യ രോഗങ്ങളെ, പാരമ്പര്യ തകർച്ചകളെ, പാരമ്പര്യ തിന്മകളെ വിട്ടുപോട്ടെ. അപകടമല്ല, ദുർമരണങ്ങൾ മാറിപ്പോട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ മാറിപ്പോട്ടെ. സുഖത്താത്ത മരണങ്ങൾ മാറിപ്പോട്ടെ. പാരമ്പര്യ തകർച്ചകൾ വിട്ടുപോട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ഈശ്വര സന്നിധിയിൽ മൂന്നാം ദിവരഹസ്യത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൂന്നാം ദിവരഹസ്യം ഈശ്വര തലയിൽ മുൾമുടി ധരിപ്പിക്കുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ തന്നെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുക. നമ്മെപ്പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു 50 ലക്ഷം പേരെ കൂടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാം. എല്ലാവർക്കും വേണ്ടി അപേക്ഷകൾ, യാചനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഉപകാരസ്മരണകൾ അർപ്പിക്കുക. ഒന്നിനെക്കുറിച്ച് ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകളൊക്കെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ചിന്തകളെയും ധാരണകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങോട്ട് സമർപ്പിച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഈ ലോകം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് സമർപ്പിച്ച് നമ്മെപ്പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ സമർപ്പിച്ചുകൊണ്ട്
ഇരു കരങ്ങളും നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അവരുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നരകങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ശിഷ്യങ്ങളെ സഹായം കൊടുക്കലേക്ക് അനയിക്കണമേ. അമ്മയെ പോൻ സൗമ്യത കാരുണ്യമേറും മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ 4-ാം ദിവസം ഈശോ കുരിശുമെന്ന ഗാഗുൽത്താ മലയിലേക്ക് പോകുന്നു എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. ഈ ദിവസത്തിൽ നമ്മൾ പ്രധാനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ പാപികളായ മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പാപികളാണ്. അപ്പോൾ നമ്മുടെ തന്നെ എല്ലാ പാപങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ ചെറുതും വലുതുമായ പാപമേഖലകൾ, തഴക്കദോഷങ്ങൾ, നമ്മുടെ മൂലപാപങ്ങൾ, അഹങ്കാര, അസൂയ, അലസം, മോഹം, കോപം, കൊതി എല്ലാം സമർപ്പിക്കുക. ആവർത്തിച്ച് നമ്മൾ കുമ്പസാരത്തിലേറ്റ് പറയാനുള്ള പാപങ്ങൾ,
പാപജീവൻ നയിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർ, പ്രിയപ്പെട്ടവർ, അയൽപ്പക്കത്തുള്ളവർ, രൂപതയിലുള്ളവർ, നമുക്കറിയുള്ള പാപജീവിതം നയിക്കുന്ന ഭീകരപ്രവർത്തകർ, ദൈവത്തെ അറിയാത്തവർ, സത്യദൈവത്തിലേക്ക് അടുക്കാത്തവർ, സത്യദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, എല്ലാവരെയും സമർപ്പിക്കുക. യുവതിവാക്കന്മാർ, തെറ്റായ സ്നേഹബന്ധങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, മറ്റ് ഒന്നാം പ്രമാണ ലംഘനങ്ങൾ, വെറുപ്പ്, വിദ്വേഷങ്ങൾ, മോഷണം, കരിഞ്ചന്ത, കള്ളക്കണക്ക്, പൂഴ്ത്തിവെപ്പ്, ഇങ്ങനെയുള്ള മക്കൾ കള്ളത്തരം കാണിക്കുന്നവർ ഒക്കെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ എല്ലാ പാപജീവിതത്തിലായിരിക്കുന്ന എല്ലാവരെയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പാപിയുടെ സങ്കേതമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ പാപങ്ങളെ സമർപ്പിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരേക്ക് മേഖലകൾ ഓർക്കുക, സമർപ്പിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥന ദൈവം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. അനുദപിക്കുന്ന ഒരു പാപിയെ പറ്റിയാണല്ലോ സ്വർഗത്തിലെ സന്തോഷം ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. അനുദപിക്കുമ്പോഴാണ് പാപികളെ. ഈ പാപി നമ്മുടെ പാപങ്ങളെ പറ്റി അനുദപിക്കാൻ നമുക്ക് അനുതാപത്തോടെ നമുക്ക് കരങ്ങൾ ഉയർത്താം. സ്നേഹമുള്ളവരെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ സ്തുതിക്കാൻ പറയുമ്പോൾ അല്പസമയം സ്തുതിക്കുക. ആ സമയത്ത് ശക്തമായി സ്തുതിക്കുക. ആരാരെയും ശ്രദ്ധിക്കേണ്ട, ഭാഷാത്തിൽ സ്തുതിക്കുക. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പരസ്പരം പ്രാർത്ഥിക്കുക. അനേക കാര്യങ്ങൾ ഈ സമയം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരേ മനസ്സോടെ, ഒരേ ലക്ഷ്യത്തോടെ, ഒരേ മനോഭാവത്തോടെ മുന്നോട്ട് പോകുക. ഐക്യത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. 2-3 പേർ യോജിച്ചൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ ചെയ്തു തരും. നമുക്ക് യോജിപ്പോടെ പ്രാർത്ഥിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി വിശുദ്ധി ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമേ, എന്നെ ഒരു വിശുദ്ധയാക്കണേ. എന്നെ മാത്രമല്ല എല്ലാവരെയും വിശുദ്ധയാക്കണേ. ഈ ഒരു ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉപദ്രവത്തെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായങ്ങളെല്ലാം സ്വർഗ്ഗത്തിലേക്ക് നയിക്കണമേ. ജന്മപാപമേശിടാത്ത
നിർമ്മലയാം രാജ്ഞിയേ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കരങ്ങളെത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഭാവികളെ മാനസാന്തരത്തിന് വേണ്ടി സ്തുതിക്കുന്നു. വഴിവിട്ട ജീവൻ നയിക്കുന്ന ഓരോ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി സ്തുതിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യകാരണത്തിന് ദുഃഖത്തിന്റെ 5-ാം തീയതി രഹസ്യം സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ഈശോ കുരിശിൽ മരിക്കുന്നു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം നമ്മൾ പ്രധാനമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ലഭിക്കാൻ വേണ്ടി ഈ സമയം ആഗ്രഹിക്കുക. വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസമയതൊക്കെ നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് തിരുസഭയിൽ നിറയാൻ തിരുസഭ, മാർപ്പാപ്പ, കൽദനാന്മാർ, മെത്രാന്മാർ, വൈദികർ, വചനപ്രഘോഷകർ, ധ്യാനമന്ദിരങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ ധ്യാനമന്ദിരങ്ങളെയും സമർപ്പിക്കാം, വൈദികരൊക്കെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഏൽറുഹ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുക. ഇവിടുത്തെ ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും ഇവിടുത്തെ സിസ്റ്റേഴ്സിനെയും വൈദികരെയും ആത്മായ പ്രേക്ഷിതരെയും എൻ്റെ അഭ്യുദയകാംക്ഷികളെയും ഈ ധ്യാന സെൻ്ററിനെ സാമ്പത്തികമായിട്ട് പ്രാർത്ഥനയിലൂടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന രൂപതകളെ, രൂപതാധ്യക്ഷന്മാരെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഏൽറുഹ ധ്യാന പ്രധാനപ്പെട്ട ശുശ്രൂഷകളെ സമർപ്പിക്കാം. അത്ഭുതമാലി വിശുദ്ധ അന്തോണീസിന്റെ നൊവേനയും എല്ലാ മാസവും ഇവിടെയുള്ള താമസ ധ്യാനങ്ങളെ, എല്ലാ ശനിയാഴ്ചയുള്ള ഏകദിന കൺവെൻഷനുകൾ സമർപ്പിക്കാം. അപ്പോസ്തലപ്രവർത്തനം 5:12, അപ്പോസ്തലപ്രവർത്തനം 4:30 വചനത്തിന്റെ അഭിഷേകം, എല്ലാ ഏൽറുഹ ശുശ്രൂഷകളിലും ഏൽറുഹ കൺവെൻഷനുകൾ, ഇടവക ധ്യാനങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങളൊക്കെ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാസനായ യേശു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം സംഭവിക്കുക. അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം ധീരതയോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ ശക്തിപ്പെടുത്തണമേ. അപ്പോസ്തലന്മാരുടെ കരം വഴി ജനമധ്യത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്ന വചനങ്ങളുടെയൊക്കെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വൻ കൃപകൾ, വൻ സൗഖ്യം, മഹാത്ഭുതങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതം, കേട്ട് കേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ എല്ലാ ഏൽറുഹ ധ്യാനങ്ങളിലും കൺവെൻഷനുകളിലും ശുശ്രൂഷകരിലും നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മാധ്യസ്ഥതാൽ ഞങ്ങളിൽ വന്നു നിറയണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പ്രവേശനമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പ്രവേശനമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പ്രവേശനമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പ്രവേശനമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പ്രവേശനമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങോട്ടത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ പ്രവേശനമേ. ആമേൻ. പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, എല്ലാ ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പാപികൾക്കും പാപഭാരം പോക്കിടും സങ്കേതമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ജപമാലയെ നമ്മൾ സമർപ്പിച്ച എല്ലാ ആവശ്യവും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നോട്ടാണ്. വാദമൊന്ന് സ്തുതിക്കുക. ഭാഷാവതരണം സ്തുതിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധിയുള്ള ഭാഷാവതരണം സ്തുതിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധിയുണ്ടാകും. അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ഈശോയുടെ അമ്മേ, പാടിക്കൊണ്ട് അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡിൻസി, സ്ഥലം തൃപ്പൂണിത്തുറ. ഞാൻ ഒക്ടോബർ മാസത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. ആ ധ്യാനത്തിൽ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു, ഈ ഗ്രൂപ്പിൽ ശക്തമായ ദൈവവിളി ഉണ്ടായിരുന്നിട്ടും ദൈവവിളി സ്വീകരിക്കാത്ത ഒരു മകളുണ്ട്. ദൈവവിളി സ്വീകരിക്കാത്തത് കൊണ്ട് ആ മകൾക്ക് ഓവർ ടെൻഷനുണ്ട്. പിറ്റേ ദിവസം ആരാധനയിൽ ബ്രദറും ഈ സെയിം മെസ്സേജ് തന്നെ പറഞ്ഞു. ദൈവവിളി ഉണ്ടായിരുന്നിട്ട് ആ വിളി ഉപേക്ഷിച്ച ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്. ആ വ്യക്തി അത് ഏറ്റുപറഞ്ഞു സംസാരിക്കുകയും റാഫേൽ അച്ഛനെ കാണാനും പറഞ്ഞു. കൂടാതെ ഒരു സീറ്റ് നമ്പറും പറഞ്ഞു. അത് ഞാനിരുന്ന സീറ്റിൻ്റെ നമ്പറായിരുന്നു. ഞാൻ മഠത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ പല സാഹചര്യങ്ങൾ എന്നെ അവിടെ എത്തിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓവർ ടെൻഷനും അമിതമായ ഭയവുമായിരുന്നു. നെഞ്ചത്ത് ഭാരം എടുത്തു വെച്ച ഒരവസ്ഥയായിരുന്നു എനിക്ക്. വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ അവർ തിരിച്ചെത്തുന്നവരെ സമാധാനമുണ്ടായിരുന്നില്ല. എൻ്റെ ഹാർട്ട് ബീറ്റ് ചെവിയിൽ കേൾക്കുന്ന അവസ്ഥയായിരുന്നു. തുടർന്ന് റാഫേൽ അച്ഛനെ കണ്ടു. അച്ഛൻ എന്നോട് തുറന്നു കുമ്പസാരിക്കാനും പ്രേക്ഷിത വേല ചെയ്യാനും പറഞ്ഞു. ഞാൻ തുറന്നു കുമ്പസാരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓവർ ടെൻഷനും പേടിയും വിട്ടുമാറി സമാധാനം അനുഭവപ്പെടാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും സാറ്റർഡേ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വണ്ടിയിൽ ആളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം എത്ര നാളായി അത് മാറിയിട്ട്?
ഒക്ടോബറിൽ ഉണ്ടായതാണ് അല്ലേ? ഒക്ടോബറിലുണ്ടായത്. ഇതുവരെ പിന്നെ ഓവർ ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഇല്ല. നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഇതെൻ്റെ മക്കളാണ്. ഫൗസ്റ്റീന, ഫിൽബർട്ട് ഓഫ് ഫേബേൾ, ബോയ്സ് ട്വിൻസ് ആണ്. ഈ കുട്ടികൾക്ക് 2 വയസ്സ് മുതൽ വിട്ടുമാറാത്ത പനി വരുമായിരുന്നു. പനി വന്നാൽ 3 പേരും ഒരുമിച്ച് 20 ദിവസം വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എല്ലാ മാസവും ഹോസ്പിറ്റലായിരുന്നു. ഹോസ്പിറ്റൽ ബില്ല് 1 ലക്ഷത്തിന് മുകളിൽ വരുമായിരുന്നു. കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് എപ്പോഴും നോർമലായിരുന്നു. മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. കൂടാതെ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരുന്നു. എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്താൽ കുട്ടികൾക്ക് അപ്പോൾ പനി വരും. ഈ സിറ്റുവേഷനിലാണ് 2024 ഡിസംബറിൽ ഞാൻ ഇവിടെ ഏകദിനത്തിന് വരുന്നത്. ആരാധനയുടെ സമയത്ത് ബ്രദർ പറഞ്ഞു, വിട്ടുമാറാത്ത പനി വരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കുടുംബത്തിന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. പല തകർച്ചകളും ആ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഈ സെയിം ഡേ റാഫേൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടി. അച്ഛൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ചുള്ള മെസ്സേജാണ് മുൻപ് വിളിച്ചു പറഞ്ഞതെന്ന്. കൂടാതെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. 90 ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ദിവസം അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വിട്ടുമാറാത്ത പനിയുള്ള 4 വയസ്സ് പ്രായമുള്ള ഇരട്ട സഹോദരന്മാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ 3 മക്കൾക്കും ഇതുവരെ വിട്ടുമാറാത്ത പനി വന്നിട്ടില്ല. ഇപ്പോൾ കുറേ നാളായില്ലോ അല്ലേ? ഇപ്പം എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞു. 2024 ഉണ്ടായതാണ്. കരമടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ. മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് 2 വർഷമായിട്ട് വിട്ടുമാറാത്ത പല്ലുവേദന ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത സമയത്ത് അച്ഛൻ പറഞ്ഞു, പല്ലിന് ക്ലിപ്പിട്ടിരിക്കുന്ന ഒരു മകളുടെ പല്ലുവേദന കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അന്ന് മുതൽ എനിക്ക് പല്ലുവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ പേര് അന്നമ്മ ജോർജ്. ഇൻഫന്റ് ജീസസ് ചർച്ച് നിലമ്പൂരിൽ നിന്ന് വരുന്നു. 6 വർഷമായിട്ടുള്ള എൻ്റെ മോളുടെ വിവാഹ തടസ്സം മാറിക്കിട്ടിയതിന് സാക്ഷ്യം പറയാണ്. കൗൺസിലിംഗ് നടത്തിയ സഹോദരി ഞങ്ങളോട് പറയുണ്ടായി 7 ശനിയാഴ്ച കൺവെൻഷന് വന്ന് സംബന്ധിക്കണമെന്ന്. അതിനിടയിൽ അച്ഛനെ കണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 3 മാസം തുടർച്ചയായി അത്ഭുതങ്ങളുടെ ജപമാല കൂടണമെന്ന്. ഞങ്ങൾ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോള് മുക്കുത്തി ധരിച്ചിരുന്നു. അപ്പം വിവാഹ തടസ്സം മാറാൻ മുക്കുത്തി ഊരണമെന്ന് പറഞ്ഞെങ്കിലും മോള് UK നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവളതിന് വില്ലിങ് ആയിരുന്നില്ല. കഴിഞ്ഞ ജൂണിൽ അവൾ വെക്കേഷൻ വന്നപ്പം ഞങ്ങൾ മകളുമായിട്ട് ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ദശാംശം കൊടുക്കാമെന്നും സാക്ഷ്യം പറയാമെന്നും ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ മോളെ കണ്ട ഉടനെ പറഞ്ഞു, ഒരുപാട് നല്ല കല്യാണങ്ങൾ വന്നിരുന്നല്ലോ, നീ ഉഴപ്പിക്കളഞ്ഞതല്ലേ, മുക്കുത്തി ഊരിക്കോ, ഇപ്പം നിനക്കൊരു കല്യാണം വന്നിട്ടുണ്ട്, അതെന്താണേലും നടക്കും എന്ന് പറഞ്ഞു. അവൾ അന്ന് രാത്രി തന്നെ മൂക്കുത്തി ഊരി 2 ദിവസങ്ങൾക്കുള്ളിൽ UK തന്നെ ജോലി ചെയ്യുന്ന ഒരു മകനുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ ഇടവന്നു. ഈ മാസം 2-ാം തീയതി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വിവാഹം വളരെ മംഗളകരമായി നടന്നു. പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ മോന് വേണ്ടിയാണ്. 2017 എൻ്റെ മോൻ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിരുന്നുവെങ്കിലും 2-3 പേപ്പർ കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ അത് എഴുതിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2005 ഫെബ്രുവരിയിൽ ആ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു. നല്ല മാർക്കോടുകൂടി കൊച്ചു ജയിച്ചു. ഞങ്ങൾ ദശാംശം കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ദശാംശം ഞങ്ങൾ അച്ഛനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ പേര് റീത്ത പോൾ. ഞാൻ കാട്ടൂർ മണ്ണുകാട് ഇടവകക്കാരിയാണ്. ഞാൻ ദുബായിൽ നിന്നാണ് മെസ്സേജ് ഇടുന്നത്. എൻ്റെ മകൻ പ്രിൻസ് 2025 ജൂൺ 10, 11, 12, 13 എൽറുകാർ ധ്യാനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, പ്രിൻസ് എന്ന മകനെ അനുഗ്രഹിക്കുന്നു. 7 കൊല്ലം വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി മക്കളുണ്ടായിരുന്നില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു 90 ദിവസം അത്ഭുത ജപമാല അടുപ്പിച്ച് ചെല്ലുക, കുഞ്ഞിന് നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ 2026 ഫെബ്രുവരി 3-ാം തീയതി അവനൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ച് അമ്മുമാതാവിന് ഉണ്ണീശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിത്താര. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു. എനിക്ക് 6 വർഷത്തോളമായിട്ട് ശക്തമായിട്ടുള്ള ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ചെറുതായിട്ടായിരുന്നു, പിന്നെ അത് ശക്തി കൂടി വന്നു. സാധാരണ ഉപ്പൂറ്റി വേദനയുള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇരുന്നിട്ട് നടക്കുമ്പോഴൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വേദന. എനിക്ക് കണ്ടിന്യൂസ് പെയിൻ ആയിരുന്നു. ഉപ്പൂറ്റിയുടെ അടിയിൽ വലിയ വ്രണം ഉള്ള പോലെ കുത്തിപ്പറിക്കുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. ഇടയ്ക്ക് പെയിൻ കില്ലർ കഴിക്കും, നീർക്കെട്ടിന് മരുന്ന് കഴിക്കും, അപ്പോൾ കുറയും, അങ്ങനെയായിരുന്നു. പിന്നെ ഉപ്പൂറ്റി വേദനയ്ക്ക് മാത്രമായിട്ട് ഒരു 3 പ്രാവശ്യത്തോളം മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് കൂടിയപ്പം ഡോക്ടർ പറഞ്ഞു ഉപ്പൂറ്റിയിലേക്ക് ഡയറക്റ്റ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചു. അപ്പോൾ ഒരു 3 മാസത്തോളം കുറവുണ്ടായിരുന്നു. പിന്നെയും അതുപോലെ തന്നെ ശക്തി പ്രാപിച്ച വേദന ഉണ്ടായിരുന്നു.
ഒരു ദിവസം ഏകദേശം 2 വർഷമായി ഇവിടെ ഏകദിന കൺവെൻഷന് വന്നപ്പം റാഫേലച്ചൻ പറഞ്ഞു ഉപ്പൂറ്റി വേദനയുള്ളവരെയൊക്കെ പ്രാർത്ഥിച്ചോ, ഇപ്പം തന്നെ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഉപ്പൂറ്റിയുടെ അടിയിൽ എനിക്കൊരു വെള്ളത്തിനൊരു കൊമ്മള പൊട്ടുന്ന പോലെ ഒരു ലൈറ്റായിട്ടൊരു അനുഭവം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടുന്ന് പോകുമ്പം തന്നെ ഏകദേശം പകുതിയോളം വേദന കുറഞ്ഞു. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഉപ്പൂറ്റിക്ക് യാതൊരു വേദനയില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ പല്ലിന് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കടച്ചിൽ, വായിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പല്ല് ഊരി പോകുന്ന പോലെ തോന്നും. പിന്നെ ഇങ്ങനെ വറുത്ത മീനോ ചിക്കൻ അങ്ങനെയുള്ള എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കഴിച്ചാൽ ഭയങ്കര കടച്ചിലായിരുന്നു. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ലൈവായിട്ടുള്ളൊരു അത്ഭുത ജപമാലയിൽ അച്ഛൻ പറഞ്ഞു പല്ലിന് അസ്വസ്ഥതകളുള്ളവരെ, പുളിപ്പ് അങ്ങനെ അസ്വസ്ഥതയുള്ളവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഇപ്പോൾ തന്നെ സൗഖ്യം കിട്ടുന്നു. അപ്പോൾ ഞാൻ പല്ലിന് ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് ഏകദേശം ഇപ്പോൾ 2 വർഷത്തോളമായി പല്ലിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും അന്തോണീസ് പുണ്യാളിനും 1000 നന്ദി പറയുന്നു. ശക്തമായിട്ട് കൈകളടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് ജോളി, വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പിയുടെ വക. ഞാൻ 24 മച്ചാട് കൺവെൻഷൻ നടന്നിരുന്നു. അപ്പം 3 ദിവസം ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞു 30 വർഷമായിട്ട് ആസ്മയുള്ളവരിനെ സൗഖ്യപ്പെടുത്തണമെന്ന്. അപ്പോൾ അത് ഞാൻ 32 വർഷമായിട്ട് എന്നും ഇൻഹേലർ അടിക്കാണ്ട് ഉറങ്ങാറില്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങനെ ഇതുണ്ടായിട്ടില്ല. ഇപ്പം 1.5 വർഷം. എൻ്റെ ദൈവമേ, നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ. 2024 മച്ചാട് പള്ളിയിലെ ധ്യാനുണ്ടായിരുന്നേ. അതിലച്ഛൻ വിളിച്ച് പറഞ്ഞു 30 വർഷമായിട്ട് ആസ്മയുള്ള ആളായി കർത്താവ് സൗഖ്യപ്പെടുന്നു. ഈ ചേച്ചിക്ക് 32 വർഷമായിട്ട് ആസ്മയാണ്. ഇത് ഈ സ്പ്രേ അടിക്കാതെ ഇത് കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നീട് ഇത് ഈ 2 വർഷമായിട്ട് പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. കണ്ടോ വലിയ സൗഖ്യമുണ്ടോ. സ്നേഹമുള്ളവരെ, ഈ സമയം എൽ റുഹ ധ്യാന കേന്ദ്രത്തിലെ ചില അറിയിപ്പുകൾ അച്ഛന് അറിയിക്കാം. ഈ ഭൂതോച്ചാരണ വസ്തുക്കളുടെ പ്രാധാന്യമാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി അറിവുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ? ഫാദർ ഗബ്രിയേൽ അമോത്ത്, സഭയിൽ ഒഫീഷ്യൽ എക്സോസിസ്റ്റ് ആയിരുന്ന ഫാദർ ഗബ്രിയേൽ അമോത്ത്, അത് സഭ അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പ്രത്യേകം എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഭൂതോച്ചാരണ വസ്തുക്കളെ പറ്റി. പ്രധാനമായിട്ട് ഭൂതോച്ചാരണ വസ്തുക്കൾ ഈ ഹന്ന വെള്ളം, ഹോളി വാട്ടർ, പിന്നെ ഒലിവ് ഓയിൽ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, മറ്റൊന്നാണ് വെഞ്ചിരിച്ച ഉപ്പ് അല്ലെങ്കിൽ വെഞ്ചിരിച്ച തേൻ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം കൂടി അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വെഞ്ചിരിച്ച തേനിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറയുമ്പോൾ അതിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടാൻ വേണ്ടി അല്പം തേൻ കഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. മദ്യപാനാസക്തി മാറിക്കിട്ടാനും, ലഹരി വസ്തുക്കളുടെ അടിമത്തം മാറിക്കിട്ടാനും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, കുദാശകൾ വിശ്വാസമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ അമിതമായ പിടിവാശി, അമിതമായ ജഡികാസക്തി, ഹൈപ്പർ ആക്ടിവിറ്റി, വിഭ്രാന്തി, മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, മുഖക്കുരു, മുഖത്തിലെ പാടുകൾ, അല്ലെങ്കിൽ പഠിക്കാൻ തടസ്സമുള്ളവർ, അല്ലെങ്കിൽ തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ടവർ, ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടാനും സൗഖ്യം കിട്ടാനൊക്കെ വെഞ്ചിരിച്ച തേൻ കൊടുത്ത് പ്രാർത്ഥിപ്പിക്കുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ തന്നെ വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ, അത് എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാൻ, സോറിയാസ് ഉൾപ്പെടെയുള്ള എല്ലാ ത്വക്ക് രോഗങ്ങളും മാറിക്കിട്ടാനും, അലർജി രോഗങ്ങൾ, മുടികൊഴിച്ചിൽ, താരൻ്റെ ശല്യം, പേൻ ശല്യം, മൂക്കുരു, ഇങ്ങനെ പൈൽസ്, ഫിസ്റ്റുല, അനൽ ഫിഷർ, ഇങ്ങനെയുള്ള മൂക്കടപ്പ്, അഡിനോയിഡ്, ഇതൊക്കെ മാറിക്കിട്ടാൻ. ഇപ്പോൾ മൂക്കടപ്പൊക്കെ മാറിക്കിട്ടാൻ മൂക്കിൽ പുരട്ടുക, വിറ്റ്സ് പെട്ടണ പോലെ മൂക്കിൽ പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ശരീരത്തിലെ മുഴകൾ മാറിക്കിട്ടാൻ, ഇങ്ങനെ ബ്രസ്റ്റിലെ മുഴ, തലയിലെ മുഴകൾ, അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ വേദന, നടുവേദന, കൈമുട്ടുവേദന, കാൽമുട്ടിലൊക്കെ മാറിക്കിട്ടാൻ, ഇങ്ങനെ തെറ്റായ പ്രേമബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെ മാറിക്കിട്ടാൻ. ഇങ്ങനെ കൈവിഷം ഉള്ളിൽ വയറ്റി പോയിട്ടുണ്ട്, അതുമൂലം ഉണ്ടാകുന്ന പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഈ കൈവിഷം കളയാനും ഈ വെഞ്ചിരിച്ച തേൻ, വെഞ്ചിരിച്ച ഒലിവ് ഓയിൽ അത് കഴിക്കുന്നതും 2 സ്പൂൺ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങളാണെങ്കിൽ അവിടെ പുരട്ടുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്നാണ് വെഞ്ചിരിച്ച കല്ലുപ്പ്. അത് ഉപയോഗിക്കുന്നത് ക്ഷുദ്രജീവികളുടെ ശല്യത്തിന് വിടുതൽ കിട്ടാൻ, ബന്ധനങ്ങൾ അഴിയാൻ, കൃഷിസ്ഥലം ഫലഭൂയിഷ്ടമാകാൻ, സ്ഥലവിൽപ്പന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ, തുടർച്ചയായി രോഗപീഠകൾ ഭവനങ്ങൾക്കൊക്കെ വിടുതൽ കിട്ടാൻ, വളർത്തുമൃഗങ്ങളുടെ രോഗപീഠകൾ മാറിപ്പോകാൻ, ശരീരത്തിലെ രോഗപീഠകൾ മാറിപ്പോകാൻ ഭക്ഷണത്തിൽ ചേർക്കുന്നതും വെള്ളത്തിലിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ കലങ്ങിയ വെള്ളം, ഉപയോഗശൂന്യമായ വെള്ളം, അത് വിശുദ്ധീകരിക്കപ്പെടാൻ വെഞ്ചിരിച്ച കല്ലുപ്പിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കല്ലുപ്പ് ഇങ്ങനെ വെതറിയിടുമ്പോൾ എങ്ങനെയാണ് ഇടേണ്ടത്? നമ്മുടെ പറമ്പിലൊക്കെ ഇടുകയാണെങ്കിൽ ശക്തിയിൽ വെതറിയിടണം. ശക്തിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വെതറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ മഹാ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും.
അപ്പോൾ ഈ ഭൂതോച്ചാരണ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുക്കണം. കർത്താവേ, ഈ കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ, ഈ വസ്തുക്കളിലൂടെ അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ ഞാൻ അത് എൽ റുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം. ഒട്ടും വരാൻ പറ്റാത്തൊരു വിദേശത്ത് അങ്ങനെയുള്ളവർ മാത്രം അത് വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്താം. അങ്ങനെ ഈശോയ്ക്കൊരു മഹത്വം കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ മഹാ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൽ തന്നെ പെട്ടതാണ് ഈ കുന്തിരിക്കയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മറ്റു വസ്തുക്കളും നമുക്ക് ആ രീതിയിൽ നമുക്ക് വ്യഞ്ചരിച്ച കുന്തിരിക്കം ഉപയോഗിച്ച് എല്ലാ ദിവസവും ബന്ധനപ്രാർത്ഥന ചൊല്ലി ആ വീടൊക്കെ ഹന്നാവളൊക്കെ തെളിച്ച് കുന്തിരിക്കും പോക്കുന്നതൊക്കെ നല്ലതാണ് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, സ്നേഹമുള്ളവർ, ഇവിടുത്തെ അച്ഛന് ഈ കഴിഞ്ഞ നാളുകളിൽ ഇറക്കിയ ഒരു പുസ്തകമാണ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പേരുള്ള ഈ പുസ്തകം. ഈ പുസ്തകം നിങ്ങൾക്ക് എൽ റുഹ സ്റ്റോളിൽ നിന്ന് മാത്രമാണ് ലഭ്യമായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിദേശത്തോ ദൂരെയൊക്കെ ഉള്ളവർ നിങ്ങൾ ഈ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും. മറ്റു കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ നിന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്ന എൽ റുഹ ശുശ്രൂഷകളിൽ ഒരു 80% അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ, ആ പേര് പറയുന്നത് പോലെ തന്നെ ഇത് സ്വർഗം അച്ഛന് തന്ന വെളിപ്പെടുത്തലുകളും സന്ദേശങ്ങളും അച്ഛൻ്റെ ഇത്ര നാളത്തെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയ ബോധ്യങ്ങളും അറിവുകളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പുസ്തകം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് ലഭ്യമാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുക. മറ്റൊന്ന്, ഇവിടുത്തെ ഈ ധ്യാനകേന്ദ്രത്തെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ബെനഫാക്ടേഴ്സ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ധ്യാനകേന്ദ്രത്തെ സാമ്പത്തികമായിട്ട് സഹായിക്കാം. നിങ്ങളുടെ ചെറുതും വലുതുമായ ദശാംശം നിങ്ങൾ എൽ റുഹ ധ്യാനകേന്ദ്രത്തിലേക്ക് ഇവിടുത്തെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു തന്ന് നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. ഈ കാര്യത്തിലും നിങ്ങൾ ഓഫീസുമായി കോൺടാക്ട് ചെയ്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തൽ. ഒരുപാട് പേര് അതിന് മുന്നോട്ട് വരുന്നു. അത് സെൻറ്ററിന് വലിയൊരു സഹായമാണ്. 10,000 രൂപയാണ് ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഒരു ദിവസം വലിയ ചിലവാണ് വരിക. അന്ന് ഭക്ഷണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൗൺസിലിങ്, ഭക്ഷണം, കുമ്പസാരം, ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും എല്ലാവരും അത് ഈ ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തുന്നവരെല്ലാവരും കൂടി അത് നടത്തുകയാണ്. അങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ നന്ദിയായിട്ട്, നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടും, അബോർഷൻ ചെയ്തതിൻ്റെ പാപത്തിന് പരിഹാരമായി, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയി അവരുടെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാപത്തിന് പരിഹാരമായി, അല്ലെങ്കിൽ ജോലി കിട്ടിയതിൻ്റെ നന്ദിയായി, അങ്ങനെ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം, വെഡ്ഡിങ് ആനിവേഴ്സറിനൊക്കെ നന്ദിയായി നമുക്ക് ഒരു ഏകദിന ബൈബിൾ കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതൊരു ദശാംശത്തിൽ പെടുന്നതാണ്. നിങ്ങൾക്കും അതിലൂടെ അനുഗ്രഹം കിട്ടും. അതും ഈ സെൻറ്ററിനും വലിയൊരു അനുഗ്രഹമായിരിക്കും. അപ്പം അങ്ങനെയുള്ള മക്കൾ, അതിന് താല്പര്യമുള്ളവരും ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നിയോഗങ്ങളും ഓഫീസിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്, പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയേ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പുകൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമി മനുഷ്യർക്ക് സമാധാനവും നല്ല ശരണവും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങളുടെ എല്ലാ വിപൽസന്ധികളിലും ആശ്രയവും സഹായവും ഉറപ്പുള്ള മധ്യസ്ഥനായി നൽകിയല്ലോ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും ശരണത്തോടും കൂടെ ഞങ്ങൾ ആ വിശുദ്ധന്റെ സഹായം തേടി വന്നിരിക്കുന്നു. വിശുദ്ധ അന്തോണീസിൽ വിളങ്ങിയിരിക്കുന്ന ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങൾ നിറയുവാനും ആ വിശുദ്ധനിൽ പ്രശോഭിച്ചിരിക്കുന്ന സാൻമാർഗിക പുണ്യങ്ങൾ അനുകരിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാകണമേ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹമക്കളും ഉണ്ണീശോയുടെ വിശ്വസ്ത ശുശ്രൂഷകരുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധി അപേക്ഷകൾ അസംഖ്യങ്ങളുമാകുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അപേക്ഷകളും നമ്മുടെ ആവശ്യങ്ങൾ പറയാം.
വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ കന്യാമറിയത്തിന്റെ തൃക്കരൽ കൂടി ഉണ്ണിയേശനും ദൈവപിതാവിനും ഞങ്ങൾ വിനയപുറം സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ സുവിശേഷ സുഹൃത്തുക്കളാ ക്രിസ്തീയ പരിപൂർണത പ്രാപിച്ച വിശുദ്ധ അന്തോണീസെ ഭൗതിക വ്യാമോഹങ്ങളും ശാരീരിക ദുർമോഹങ്ങളും ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കാൻ ആവശ്യമായ പ്രകാശത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാൽ നിറഞ്ഞവനായ വിശുദ്ധ അന്തോണീസെ ഈ സുഹൃത്തുക്കളാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാധ്യസ്ഥം തേടി വരുന്ന ദുഃഖിതർക്കും പീഡിതർക്കും വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ സംതൃപ്തനാക്കുന്ന വിശുദ്ധ അന്തോണീസേ നിരവധിയായ ആവശ്യങ്ങളും അനവധിയായ യാചനകളുമായി ആശയോടെ അങ്ങേ പക്കലോടി വരുന്ന ഞങ്ങളെ കൈവെടിയിരുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്യാസഭവനത്തിന്റെ ഏകാന്തതയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റെളിയ ജോലികൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് സഹോദരങ്ങൾക്ക് സന്തോഷവും സേവനവും അർപ്പിച്ച വിശുദ്ധിയിൽ അവനത്തിലെത്തിയ വിശുദ്ധ അന്തോണീസേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തിന്റെ ഇഷ്ടവും സഹോദരങ്ങളുടെ നന്മയും ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അത്ഭുത പ്രവർത്തനത്താ സുപ്രസീദനം വിശുദ്ധനേ പാതുവായിലെ അന്തോണിയേ പാരീതിൽ കൃപ ചൊരിയണേ. ഉണ്ണിയെ വഹിച്ചിടുന്ന ധന്യമാം കരങ്ങളാലേ വിണ്ണിലെ അനുഗ്രഹങ്ങൾ മണ്ണിലെന്നും പൊഴിക്കണേ. വിശുദ്ധ അന്തോണീസയുടെ മാധ്യസ്ഥനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ദയാപുറം കടാക്ഷിക്കണമേ. യേശുവിന്റെ പക്കം ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. സ്വാർത്ഥതയും പകയും വിദ്വേഷവും വെറുപ്പും അസൂയയും മാത്സര്യബുദ്ധിയും വെടിഞ്ഞ് യേശു കാണിച്ചെന്ന പാതയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് വഴികാട്ടിയാണമേ. മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കാണുവാനും ദൈവസ്നേഹത്തിലേക്ക് അവരെ അടുപ്പിക്കാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അറിയിക്കുന്ന എല്ലാവർക്കും വേണ്ടി അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേണ നാം ഉചിതമാണമേ. രാജ്യം വേണമേ. തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. സ്വസ്തികൾ താവങ്ങിലൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. വർദ്ധത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങയിൽ പ്രശോഭിച്ചിരിക്കുന്ന ദൈവസ്നേഹവും ജീവിത വിശുദ്ധിയും വഴി സഹോദരങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അമൂല്യ വരങ്ങളാ ദൈവം അങ്ങയെ സമ്പന്നനാക്കിയല്ലോ. അങ്ങയുടെ ജീവിത വിശുദ്ധിയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മാധ്യസ്ഥം തേടി വന്നിരിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്ന ആധ്യാത്മികവും ശാരീരികമായ എല്ലാ അനുഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസ് അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. ആപത്തിനകന്ന് ജീവിക്കാനും എല്ലാ ദുഷ്ടാരൂപികളുടെ ശക്തിയിൽ നിന്ന് മോചിതരാകാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ക്ഷുദ്രജീവികളുടെ ആക്രമണം രക്ഷ നേടുവാനും കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്താനും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ശാരീരിക മാനസിക ആധ്യാത്മികമായ എല്ലാ അസ്വസ്ഥതയും ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. ദൈവത്തിൻ്റെ മനസ്സിന് വിധേയമായ ദൈവപരിപാലന വിശ്വാസം അർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ആകുലതയും ആശകളോടെ ജീവിക്കുവാനും നിത്യജീവിതത്തിൽ അങ്ങയോടെ പങ്കുചേരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി നൽകണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇരുകരങ്ങൾ പിടിച്ചെന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ്, കുടുംബ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം സമർപ്പിച്ച് സ്തുതിക്കുക. ചെറുതും വലുതുമായി നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമ്മെ പോലെ ഇതേ ആവശ്യത്തോടെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് സ്തുതിക്കുക. കർത്താവെ കരുണയായിരിക്കണേ. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേൽ കരുണ വർഷിക്കണേ കർത്താവെ. വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ആലുലിയ സകല കെട്ടുകൾ അഴിക്കണമേ പരിശുദ്ധാത്മാവേ. കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ കുരുക്കൾ അഴിച്ചു തരണമേ മാതാവേ. കുരുക്കഴിക്കുന്ന മാതാവേ, ഞങ്ങളുടെ കുരുക്കളെല്ലാം അഴിച്ചു തരണമേ മാതാവേ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ചുകൊണ്ട് ആരാധിക്കുക. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ ദിനങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ ദിനങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ശക്തമായി എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ധ്യാനസനത്തിലേക്ക്, ഈ ശുശ്രൂഷ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നത് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ സത്യപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുന്ന തിരുരത്തെത്താൻ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ അഭിചാര കുടോത്ര ദുഷിദോഷം ഐശാചക പീഡന ബാധകൾ കൈവിഷങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയെ സകലം ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതി വാഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വ സദന ദൈവത്തിലെ സതിയ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന സത്യയിലും മധ്യസ്ഥ വികാര അഭാഗത്തിലെ മലമല ശക്തമായ സാധ്യത സംരക്ഷിത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായുവിലൂടെ വസ്തുവിലും ഭക്ഷണം നടത്തുന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാപ്തിയും പൈശാചികമുള്ള സകല ബന്ധനങ്ങളും 10:4 ലുക്ക 4 മർക്കോസ് 16:5 1 3 വിശാലിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രം വന്നിക്ക് വചന ശക്തിയ സകലവിധ പ്രകൃതിശം ഇടിവിനെ ഇടിവിട്ട് നാശനഷ്ടങ്ങള് വെറുപ്പ് ഉദ്ദേശവും ആശയവും വൈരാഗ്യം തർക്കങ്ങളും കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികള് ജനിക ദിവ്യാസ് കോമാസ് ഭക്ഷണാർത്ഥി സ്വയംഭോഗ സ്വർഗഭോഗ തെറ്റായ ബന്ധങ്ങൾ സ്നേഹം വിചാരം ഉദ്ഭൂതം അഹങ്കാര അസൂയ അലസ മോഹം കോപം മതി വിവാദം യോഗ്യാസം വിൽപ്പനാസം യാത്രാസം പണദാസം കോടതിയിൽ സാമതി വന്നിട്ട് കണ്ണ മോക്ക ചെവി നാക്ക് തൊക്ക് ആദരന്റെ ബാധ്യതകൾ ചെറുതുമായ രോഗപീഠകള് അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം ഉദ്ഭവം ലജ്ജ തൊണ്ടാവാടി സ്വഭാവം വിശ്വാസമുള്ളവരുടെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കും വചനം വായിക്കാൻ ജന്മാചരണ തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങള് സന്ദേശങ്ങൾ തടസ്സങ്ങള് വന്യജീവികളുടെ ശുദ്ധികളുടെ ആക്രമണങ്ങള് എനിക്കറിയ ഏർപ്പുക ശുശ്രൂഷകരമെന്ന അപവാദ പ്രചരണങ്ങൾ ദുഷ്മേഷം കൂടിയാലോചനകള് അനുപിന്നെ എല്ലാ തിന്മയും അരിവി അന്താശക്തിയും സാത്താശക്തിയും ദൂഷ്ടശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. യേശുവിനെ കുരിശുവിനെ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഈ ധ്യാനസനത്തിലോ കോമ്പൗണ്ടിലോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ വിളിച്ചു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നു മാറിടുമ്പോ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നു മാറിടുമ്പോൾ സ്നേഹം തന്നു വീണ്ടെടുത്തു യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ
സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ ഇരുകരം സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപകൾ കൊണ്ട് നിറയാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആലുലി 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 പോരാ പോരാ പോരാ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇനിയും നടത്തണേ തിരുഹിതം പോ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ഈ ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി വന്നെന്നറിയാൻ വേണ്ടി ശക്തമായി സ്തുതിച്ചേൻ. ബാലന്മാരും വൃദ്ധന്മാരും യുവതി യുവാക്കന്മാരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. വാ തുറന്ന് സ്തുതിക്കും. ഭാഷാതി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശക്തമായ സ്തുതിപ്പ് ആവശ്യമുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴുത്തിൽ ഉത്തിരിയം ധരിക്കാത്ത വലിയൊരു സമൂഹത്തെ കാണിക്കുകയാണ്. എല്ലാവരും കഴുത്തിൽ ഉത്തിരിയം ധരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഈശോ പറയുക. ഉത്തിരിയം വെന്തിങ്ങ എപ്പോഴും ധരിക്കുക. അത് കുളിക്കുമ്പോൾ പോലും ഊരി വെക്കരുത്. കുഞ്ഞു കുട്ടികളുടെ കൈക്കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ പോലും ഉത്തിരിയം ധരിപ്പിക്കാൻ ഈശോ സന്ദേശം തരിക. മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന അവസ്ഥ 3 പേർക്ക് സൗഖ്യം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസമുട്ട് രോഗികൾ പ്രാർത്ഥിക്കുക. അനീഷ എന്നൊരു പേര് തരികയാണ്. അനീഷ. ശ്വാസമുട്ട് രോഗമുള്ള അനീഷയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്, സൗഖ്യപ്പെടുന്നുണ്ട്. ഒരു സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അധ്യാപികയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. ഗർഭപാത്രത്തിൽ മുഴയുള്ള ഒരു മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. അതിശക്തമായ മൈഗ്രെയിൻ തലവേദനയുള്ള ഒരു CA വിദ്യാർത്ഥിയോട് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. വിശുദ്ധ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഔസേപിതാവിന്റെ വലിയ സാന്നിധ്യം കർത്താവ് കാണിക്കുന്നുണ്ട്. നാവിൽ തൊലി പോകുന്ന അവസ്ഥയുള്ളവർ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. ചീത്ത വാക്കുകൾ, തെറി വാക്കുകൾ ഉപയോഗിക്കുന്നവരോട് തുറന്ന കുംസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. അപ്പൊ വലിയ വിടുതൽ നിങ്ങൾക്ക് ആ മേഖല ലഭിക്കുമെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഊട്ടിയിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. മാത്യു എന്ന മകന്റെ പൈൽസ് രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. പൈൽസ് രോഗികൾ എല്ലാവരും പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം നൽകുന്നുണ്ട്. സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ഈ വ്യക്തിക്ക് ആരോടും അതികഠിനമായ വെറുപ്പുണ്ട്. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരിക. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറയുക. പല്ലിന് റൂട്ട് കനാൽ ചെയ്യാനിരിക്കുന്ന ശക്തമായ പല്ലുവേദനയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. 5 ഏക്കർ സ്ഥലത്തിന്റെ വിൽപ്പനാ തടസ്സം കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കോടതി കേസുള്ള ഒരു വ്യക്തിയോട് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീഞ്ഞ് നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരിക. വിൽസനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഈ രോഗപീഠമുള്ളവർ പ്രാർത്ഥിച്ച സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. ബേബി എന്ന വ്യക്തിയുടെ ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ഒരു സ്ഥലം പട്ടയത്തിന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കർത്താവ് എടുത്തുമാറ്റി അനുഗ്രഹിക്കുന്നു. വാരഫലം നോക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. അനുദപിച്ച് സംസാരിക്കാൻ കർത്താവ് സന്ദേശം തരിക. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന 4 പേർക്ക് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. UK വിസ തടസ്സം എടുത്തു മാറ്റി അന്ന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ചെവിയിൽ മൂളിച്ച പോലെയുള്ള എപ്പോഴും അനുഭവപ്പെടുന്ന അവസ്ഥ സൗഖ്യത്തിന് ഒരാളെ അനുഗ്രഹിക്കുന്നു. ഹാർട്ടിന്റെ വാൽവിന് ബുദ്ധിമുട്ടുള്ള വ്യക്തിയെ സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. സന്തോഷിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. 35 വയസ്സുള്ള ഒരു മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥ ഉള്ളവർ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം തരുന്നുണ്ട്. ജോഷി എന്നൊരു പേരും കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ബീന എന്ന മകളുടെ ഉപ്പുറ്റിവേദന കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. അപ്പു എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകന്റെ അലർജി രോഗം കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. അമിതമായ വേർപ്പുള്ള വ്യക്തിക്ക് സൗഖ്യത്തിന് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കാത്തവരെ കാണിക്കുകയാണ്. മൂങ്ങ പോലെ നിൽക്കാതെ ശക്തമായി സ്തുതിക്കാൻ ഈശോ പറയാൻ. സ്തുതിക്കുമ്പോഴാണ് നമ്മൾ ഈ ചൊല്ലി പ്രാർത്ഥന അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയായി തീരുകയുള്ളൂ. ത്രോട്ട് ക്യാൻസർ ഉള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. വിവാഹ മോചനത്തിന് കേസ് കൊടുത്ത ഒരു വ്യക്തിയോട് അതിൽ നിന്നും പിന്തിരിയാൻ കർത്താവ് സന്ദേശം തരികയാണ്. വാരിയലിന് പൊട്ടലുള്ള വ്യക്തിയെ സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. കുടലിൽ പുണ്ണുള്ള ഒരാൾക്ക് സൗഖ്യം
സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മുക്കാട്ടുകരയിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ജോബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തു നിന്നും അണ്ണാൻശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വാടാനപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. മോണപ്പഴുപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജോൺ എന്ന വ്യക്തിയുടെ മൂക്കിലെ ദശ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 5 കോടിയോളം കടബാധ്യതയുള്ള ഒരു വ്യക്തിയുടെ കടബാധ്യതയിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കഴുത്തിന്റെ പിന്നിലെ വേദന, കഴുത്തുവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പരീക്ഷ എഴുതുന്ന മക്കളൊക്കെ പ്രാർത്ഥിച്ചു. പരീക്ഷയിൽ പലർക്കും ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൂട്ടുകാരിയുടെ പ്രണയകഥ കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്ന, അങ്ങനെ കേട്ട് രസിക്കുന്ന ഒരു പെൺകുട്ടിയോട് ആ തെറ്റായ ബന്ധത്തിൽ നിന്ന്, ആ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒപ്പം തന്നെ കുമ്പസാരിക്കാനും കർത്താവ് ആവശ്യപ്പെടുന്നു. ഇടത്തെ ചെവി വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കണ്ണിന് കാഴ്ചശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. നെഞ്ചിലെ കപകെട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കപകെട്ട് മൂലമുള്ള കുത്തിയുള്ള ചുമ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പശു കുത്താൻ ഓടിപ്പിച്ചത് മൂലമുള്ള ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശരീരത്തിലെ കഴലകളുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കാലില് ഉണങ്ങാത്ത മുറിവ്, അതിൽ നിന്ന് വെള്ളം ഒഴുകുന്ന രോഗപീഠ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ടെജിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ തലവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബെറ്റി, ലില്ലി, സിസിലി, പോളി, ബേബി, ഷീബ ഇവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരം തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ ഷോൾഡർ പെയിൻ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ പ്രാർത്ഥിക്കുക. നട്ടെല്ല് ബൾജായത് മൂലമുള്ള വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ പരിശുദ്ധാത്മ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു ഹിന്ദി അധ്യാപികയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരു മകനോട് ദൈവത്തിൽ വിശ്വസിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരിക. 6 വയസ്സുള്ള ഒരു പെൺകുട്ടി ഐസിയുയിൽ കിടക്കുന്ന ആ പെൺകുട്ടിയേക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇന്നത്തെ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന റീത്ത എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നേവിയിൽ ജോലി ചെയ്യുന്ന ഒരു മകന്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പാനിക് അറ്റാക്ക് വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. നിത എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. തൊണ്ടയിൽ ഇടയ്ക്കിടയ്ക്ക് വിച്ച് പുരട്ടേണ്ടി വരുന്ന അവസ്ഥയുള്ള, തൊണ്ടയ്ക്ക് അസ്വസ്ഥതയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ചാൾസ് എന്ന മകന്റെ കോടതി കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ജീവ എന്ന വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അമൃത എന്ന മകളോട് മൂക്കുത്തി ഉരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരുന്ന അവസ്ഥയുള്ള ഒരു മകളോട് തുറന്നു കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഡിപ്രഷൻ ബാധിച്ച ഒരു യുവാവിനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഈ ഡിപ്രഷൻ ബാധിച്ച വ്യക്തി ഇടത്തെ കയ്യിൽ പച്ച കുത്തിയതായിട്ട് കാണിക്കുന്നു. ആ പാപം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ ഈശോ പറയുന്നു. വെഞ്ചരിച്ച തേൻ കൊടുക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഫാദർ ബേബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാൽമുട്ടിൽ നീ ബെൽറ്റ് ഇട്ടിരിക്കുന്ന, മുട്ടിന് ബെൽറ്റ് ഇട്ടിരിക്കുന്ന ഒരു പ്രായമായ സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ലൂസി എന്ന മകളുടെ കടബാധ്യത കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്ന ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആലിസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പാലായിൽ നിന്നും ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരു ക്യാൻസർ രോഗിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കണ്ണിലെ അസ്വസ്ഥത കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിൽ ചവിട്ടുമ്പോൾ കാലിൽ അലർജി വരുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്നേഹ എന്ന മകളോട് സെക്കൻഡ് സ്റ്റഡ് ഉരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ബാബു എന്ന മകന്റെ ഭവന നിർമ്മാണ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തെറ്റായ പ്രേമബന്ധത്തിൽ പെട്ടിരിക്കുന്ന മക്കളെ കാണിക്കുന്നു. അത് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ, യേശുവിന്റെ ഹൃദയത്തെ 1ാം സ്ഥാനം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. തുറന്ന് കുമ്പസാരിക്കാനും കർത്താവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. റിൻസി എന്ന മകളോട് കിട്ടിയ അനുഗ്രഹങ്ങളെ എൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരുന്നു. സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ബിന്ദുവിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. സിയോൺ എന്ന കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വൻകുടലിലെ ക്യാൻസർ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിക്കുക. റിൻസൺ എന്ന മകന്റെ പ്രാർത്ഥന കേട്ട് ഒരു കുഞ്ഞിനെ നൽകിയ റിൻസനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇറച്ചിക്കട നടന്ന ഒരാളോട് കൃത്യമായി ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ദശാംശം കൊടുത്താൽ നിന്റെ സാമ്പത്തിക മേഖലയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ജെയ്സി എന്ന മകളുടെ ടോൺസിലൈറ്റിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആർത്രൈറ്റിസ് രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിശ്വാസമില്ലാത്ത മക്കളെ കാണിക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസ പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ. ബിന്ദു എന്ന മകളുടെ ബ്ലീഡിംഗ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലിവർ സിറോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. 40 സെന്റ് സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മൈസൂർ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. റബേക്കയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. PSC എക്സാമിന് ഒരുങ്ങുന്ന ഒരു വ്യക്തിയോട് തുറന്നു സംസാരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ സോറിയാസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അന്നനാളത്തിൽ ക്യാൻസർ ഉള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സോപ്പിന്റെ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ബിറ്റ്സ് ധാരാളം ഉപയോഗിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പല്ല് പുളിപ്പുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വാച്ച് കിട്ടുമ്പോൾ അലർജി കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മൂക്കട
അതോടൊപ്പം ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. പഠിക്കാൻ ഒത്തിരി തടസ്സമുള്ള ഒരു മകളെ കാണിക്കുകയാണ്. ആ മകള് നെറ്റിയിൽ പൂജിച്ച കുറി തൊടുന്നതായിട്ട് സന്ദേശം തരിക. ഇങ്ങനെ പൂജിച്ച കുറി തലയിൽ തൊടുന്ന നെറ്റിയിൽ തൊടുന്ന വ്യക്തിയോട് അത് ഉപേക്ഷിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. തുടർന്ന് കുമ്പസാരിക്കാനും കർത്താവ് ആവശ്യപ്പെടുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. വലിയ പരിശുദ്ധാത്മാ അഭിഷേകത്തോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. എല്ലാവരും സ്തുതിച്ചേ. വിശുദ്ധ കുർബാനയിലെ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ശബ ഹാല ബാല 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 ബാല. ഹാലലിയ 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 ഹാലലിയ. കരുണയായിരിക്കണേ കരുണയായിരിക്കണേ കർത്താവേ. ഹാലലിയ ഹാലലിയ ഹാലലിയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരുകരങ്ങൾ സ്വർഗ്ഗത്തോളം ഉയർത്തിപ്പിടിച്ച് ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹാലലിയ ഹാലലിയ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ.